ഡോക്ടർ നമ്മൾ ഗൈനക്കിൽ റെഫർ ചെയ്ത പേഷ്യന്റ് ഉണ്ടായിരുന്നില്ല, അവരിന്നലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ പരിശോധിച്ചപ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കോമഡി അതല്ല, അവർക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് ഹോമിയോ ഡോക്ടറാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഗൈനക്കിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഗൈനക്ക് ചോദിച്ചെന്ന് ഹോമിയോ ഡോക്ടേഴ്സ് എന്തിനാണ് ഈ ലാബ് ടെസ്റ്റും റിസൾട്ടും ഒക്കെ. ഇത് ശരിക്കും ഉണ്ടല്ലോ, പേഷ്യൻസിനിടയിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് നമുക്ക് റിസൾട്ടുകളുടെ ഒന്നും ആവശ്യമില്ലാന്ന്. പക്ഷെ നമ്മൾ എല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം എവിഡൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന മരുന്ന് കറക്റ്റ് ഡയറക്ഷനിലാണോ പോകുന്നതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫൈബ്രോയിഡിന്റെ കേസാണെന്ന് വിചാരിക്കാം. നമ്മൾ പേഷ്യന്റ് ഫസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ട് നോക്കി അതിനകത്ത് ഫൈബ്രോയിഡ് ഏത് ടൈപ്പാണ്, അതിന് എത്രയാണ് സൈസ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുക. ഒരു 3 months കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പേഷ്യന്റിനോട് അൾട്രാസൗണ്ട് എടുക്കാൻ പറയും. അപ്പോൾ നമുക്ക് അതിനകത്ത് വ്യക്തമായി കാണാൻ പറ്റും ഫൈബ്രോയിഡിന്റെ സൈസ് എത്രമാത്രം കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെഡിസിൻസ് കറക്റ്റ് ഡയറക്ഷനിലാണോ പോകുന്നതെന്ന്. ഇതൊരു റിസൾട്ട് ഇല്ലാതെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? അതൊരു വലിയ ചോദ്യമല്ലേ. അപ്പൊ ഈവൻ പനിക്കാണെങ്കിൽ പോലും ഒരു 3 days കഴിഞ്ഞിട്ട് ഫീവർ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, അത് ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുകയും അത് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്ന് കറക്റ്റായിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ ഹോമിയോ ഡോക്ടേഴ്സിനെന്നല്ല, മെഡിക്കൽ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ലാബ് ടെസ്റ്റുകളും റിസൾട്ടുകളും എല്ലാം അത്യാവശ്യമാണ്.